നമസ്കാരം. മലയാളികൾക്കേറെ സുപരിചിതനാണ് നടൻ ബാല. പലപ്പോഴും വിവാദങ്ങളും വിമർശനങ്ങളും എല്ലാം ബാലയ്ക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. ഇപ്പോൾ മുൻ ഭാര്യയായ എലിസബത്തിന്റെ പരാമർശങ്ങൾ നടനെ കുരുക്കിലാക്കിയിരിക്കുകയാണ്. 2010-ൽ ആയിരുന്നു ഗായിക അമൃത സുരേഷുമായുള്ള ബാലയുടെ വിവാഹം. എന്നാൽ അമൃതയ്ക്ക് മുമ്പ് നടൻ ചന്ദന എന്നൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്തിരുന്നുവെന്ന റിപ്പോർട്ടുകൾ അടുത്തിടെയാണ് പുറത്തുവന്നത്. ബാലയുമായുള്ള തന്റെ വിവാഹം ഉറപ്പിച്ച സമയത്ത് പലരും നടന്റെ സ്വഭാവത്തെക്കുറിച്ച് തനിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും എന്നാൽ അദ്ദേഹത്തോടൊപ്പം പ്രണയം കാരണം വിവാഹത്തിൽ നിന്നും പിന്മാറാൻ തോന്നിയില്ലെന്നാണ് അമൃത പറഞ്ഞിരുന്നത്. ബാലയുടെ ക്രൂരപീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെയാണ് താൻ ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് അടുത്തിടെ അമൃത വെളിപ്പെടുത്തിയിരുന്നു. അച്ഛൻ തന്നോടും അമ്മയോടും ചെയ്ത ക്രൂരതകൾ അടുത്തിടെ ഒരു വീഡിയോയിലൂടെ അവന്തിക എണ്ണി പറഞ്ഞിരുന്നു. പിന്നാലെ അവന്തികയ്ക്കെതിരെ ബാലയ്ക്കെതിരെയും കടുത്ത ആരോപണങ്ങൾ വന്നിരുന്നു. അമൃതയുമായുള്ള വിവാഹമോചന ശേഷം 10 വർഷങ്ങൾക്ക് ശേഷമാണ് ബാല വീണ്ടും വിവാഹിതനാകുന്നത്. ഡോക്ടറായ എലിസബത്ത് ഉദയനെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുകയും പ്രണയത്തിലാവുകയും വിവാഹിതരാകുകയും ആയിരുന്നു. എന്നാൽ 2 വർഷത്തിനുള്ളിൽ എലിസബത്തുമായുള്ള ബന്ധവും വേർപിരിഞ്ഞു. അമൃതയ്ക്കുണ്ടായ സമാന അനുഭവങ്ങൾ തന്നെയാണ് എലിസബത്തിനും ബാലയിൽ നിന്നും നേരിടേണ്ടി വന്നത്. പലതവണ തന്നെ ബാല മർദ്ദിക്കുകയും റേപ്പ് ചെയ്യുകയും ചെയ്തുവെന്നാണ് അടുത്തിടെ എലിസബത്ത് വെളിപ്പെടുത്തിയത്. ഒന്നും പുറത്തു പറയാതിരിക്കാൻ ബെഡ്റൂം വീഡിയോകൾ ഉപയോഗിച്ച് തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു. ഇതിനുശേഷമായിരുന്നു അമ്മാവന്റെ മകളായ ഗോകുലയെ ബാല വിവാഹം കഴിക്കുന്നത്. ഇപ്പോൾ ഗോകുലയ്ക്കൊപ്പമുള്ള വീഡിയോയുമായി ബാല എത്താറുണ്ട്. ഇതെല്ലാം തന്നെ വളരെ വലിയ രീതിയിലാണ് വൈറലാകുന്നത്. നേരത്തെ എലിസബത്തിന്റെ ചില വെളിപ്പെടുത്തലുകൾ പൊട്ടിത്തെറികൾക്കാണ് വഴി തെളിയിച്ചത്. എലിസബത്തുമായുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ കെട്ടടങ്ങിയിരിക്കുകയാണ്. എന്നിരുന്നാലും ഇടയ്ക്കിടെ വീഡിയോയുമായി എലിസബത്ത് എത്താറുണ്ട്. നിയമപരമായി നീങ്ങുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടരുതെന്നും തനിക്ക് ചില നിയന്ത്രണങ്ങളുണ്ടെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു. ഈ വേളയിൽ നടൻ ബാലയുടെ ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ സജീവമായ നടൻ തന്റെ പേജിലൂടെ ഏറ്റവും കൂടുതൽ പങ്കുവയ്ക്കുന്നത് താൻ ചെയ്യുന്ന സഹായങ്ങളെ കുറിച്ചുള്ള വീഡിയോകളാണ്. പബ്ലിസിറ്റി എന്നതിനപ്പുറം താൻ ചെയ്യുന്നത് കണ്ട് മറ്റുള്ളവർക്ക് ചെയ്യാൻ പ്രചോദനമാകുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം പങ്കുവയ്ക്കുന്നത് എന്നാണ് ബാല പറഞ്ഞിട്ടുള്ളത്. താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളൊന്നും ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ലെന്നാണ് നടൻ പറയുന്നത്. ഒരു കോളേജിൽ സംസാരിക്കവെയാണ് ബാല ഇതേക്കുറിച്ച് പറയുന്നത്. 17-ാം വയസ്സ് മുതൽ താൻ ചാരിറ്റി ചെയ്യുന്നുണ്ടെന്നാണ് ബാല പറയുന്നത്. ഇത്രയധികം ചാരിറ്റി ചെയ്യാനുള്ള താങ്കളുടെ ഇൻസ്പിറേഷൻ എന്താണ്? ആരാണ് താങ്കളുടെ റോൾ മോഡൽ എന്ന ഒരു വിദ്യാർത്ഥിനിയുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ബാല. ഞാൻ ചെറുതായിരുന്നപ്പോൾ എൻ്റെ സഹോദരിക്കൊപ്പം ദീപാവലി സ്വീറ്റ്സ് കൊടുക്കാനായി ഒരു ആശ്രമത്തിൽ പോയിരുന്നു. അങ്ങനെ അവിടെ എല്ലാവർക്കും സ്വീറ്റ്സ് നൽകിക്കൊണ്ടിരിക്കെ ഒരു അമ്മൂമ്മ എൻ്റെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് തമിഴിൽ പറഞ്ഞു, തമ്പി നീ എന്നെ വിട്ടിട്ട് പോകാതെടാ എന്ന്. ആദ്യം എനിക്ക് എന്താണ് അവർ അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലായില്ല. അവർ എന്നെ മകനായി കണ്ടു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നീട് എൻ്റെ 17-ാം വയസ്സ് മുതൽ ഞാൻ ചാരിറ്റി ചെയ്യുന്നുണ്ട്. എൻ്റെ കീഴിൽ 1000-ലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ തുറന്നു പറയാനായിട്ടില്ല, പക്ഷെ അതെല്ലാം പുറത്തു വരും. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോഴല്ല, എൻ്റെ മരണശേഷം അതെല്ലാം പുറത്തു വരും. അപ്പോൾ മനസ്സിലാകും എന്നായിരുന്നു ബാലയുടെ മറുപടി. പിന്നാലെ നിരവധി പേരാണ് ബാലയെ സപ്പോർട്ട് ചെയ്തും വിമർശിച്ചും രംഗത്തെത്തിയിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം ഫലം ദൈവം നിങ്ങൾക്ക് തിരിച്ചു തരും. എന്ത് വൃത്തികേട് കാണിച്ചിട്ടും ഞാൻ ചാരിറ്റി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം ആകുമോ? നിങ്ങളൊരു ചതിയനാണ്. എല്ലാ സ്ത്രീകളുടെ ജീവിതം നശിപ്പിച്ചു. ഇനി എന്നാണ് ഗോകുലയെയും ഉപേക്ഷിക്കുന്നത്? നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഒന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ആ അമൃത അന്ന് തുറന്നു പറഞ്ഞപ്പോൾ അവരെ എല്ലാവരും അറ്റാക്ക് ചെയ്തു. പക്ഷേ എലിസബത്തിന്റെ വെളിപ്പെടുത്തൽ കൂടി കേട്ടതോടെ ബോധ്യമായി എന്നെല്ലാമാണ് ചിലർ കമന്റുകളുമായി രേഖപ്പെടുത്തുന്നത്. എന്നാൽ ചിലർ ബാലയെ പിന്തുണച്ചുകൊണ്ടും രംഗത്തെത്തിയിട്ടുണ്ട്. ബാല, നിങ്ങൾ നിങ്ങളുടെ ശരി ചെയ്യുക. പിന്നിൽ നിന്നും കുത്താനും കുറ്റപ്പെടുത്താനും ഒരുപാട് പേർ ഉണ്ടാകും. നിങ്ങൾ മരണത്തിന് മുന്നിൽ കണ്ട് അവിടെ നിന്ന് തിരിച്ചെത്തിയ വ്യക്തിയാണ്. അത് നിങ്ങൾ സഹായിച്ച പാവങ്ങളുടെ പ്രാർത്ഥനയാണ്. ഗോകുല, അവരാണ് നിങ്ങളുടെ പെർഫെക്റ്റ് മാച്ച്. ചില തെരഞ്ഞെടുപ്പുകൾ തെറ്റിപ്പോയെങ്കിലും ഇപ്പോഴാണ് ശരിക്കുള്ള പങ്കാളി ബാലയ്ക്ക് ലഭിക്കുന്നതെന്നെല്ലാം മറ്റു ചിലരും കമന്റായി രേഖപ്പെടുത്തുന്നുണ്ട്. അതേസമയം എലിസബത്തിന്റെ വിവാദ വീഡിയോകൾക്ക് പിന്നാലെ അവർക്കെതിരെ ബാല നിയമ നടപടി സ്വീകരിച്ചിരുന്നു. തനിക്കെതിരെ അനാവശ്യ ആരോപണങ്ങളാണ് എലിസബത്ത് ഉന്നയിക്കുന്നതെന്നും അവർ അടിയന്തരമായി മാനസികാരോഗ്യത്തിന് ചികിത്സ തേടണമെന്നുമാണ് ബാല പറഞ്ഞത്. എലിസബത്തിനെ ചിലർ ആയുധമാക്കുകയാണെന്നും ആരോപണങ്ങൾക്ക് പിന്നിൽ മറ്റു ചിലർ കൂടി ഉണ്ടെന്നും ബാല ആരോപിച്ചിരുന്നു. എന്നെ ആരും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല. ഞാൻ അനുഭവിച്ചത് ഇനി വേറെ ആരും അനുഭവിക്കരുത്. ഞാൻ ആദ്യം തന്നെ കേസുമായി പോയെങ്കിൽ എനിക്കിതൊന്നും പറയാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോഴും അത്ര ആളുകൾ അയാളെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്നുണ്ട്. ഇത്രയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ലേ? ഞാനൊരു 4-5 ദിവസം വീഡിയോ ഇടാൻ വൈകിയപ്പോൾ എൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തു വരുന്നുണ്ട്. എന്നെ സംശയമുള്ള ആരും എന്നെ പിന്തുണയ്ക്കണ്ട. ഞാൻ എൻ്റെ കാര്യം നോക്കി മുന്നോട്ട് പോകുന്നുണ്ട്. എനിക്ക് ഡിപ്രഷൻ ഉണ്ട്, അതിന് മരുന്ന് കഴിക്കുന്നുണ്ട്. ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ട്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. എന്നെയല്ല അയാളെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ അയാളുടെ കുഴിയിൽ പോയി ചാടിക്കോ. ഞാൻ ഒരു MD-ക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. എനിക്ക് രാഷ്ട്രീയക്കാരുമായി ഒന്നും ബന്ധമില്ല. എൻ്റെ കുടുംബത്തെ നാണം കെടുത്തുന്ന പരിപാടികൾ നടക്കുന്നുണ്ട്. എൻ്റെ ജീവന് ഭീഷണിയുണ്ട്. എനിക്ക് മാത്രമല്ല, എൻ്റെ കുടുംബാംഗങ്ങളുടെ ജീവനും ഭീഷണിയുണ്ട്. ഇനി ആരും ഈ ചതിക്കുഴിയിൽ വീഴരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ സപ്പോർട്ടിൻ്റെ കണക്കൊന്നും പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കാൻ നോക്കണ്ട. എന്നെ ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും സോഷ്യൽ മീഡിയ ഉള്ള കാലത്തോളം എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നത് വരെയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത്ര നാളും ഒന്നും തുറന്നു പറയാതെ ഇരുന്നിട്ട് ഇപ്പോൾ സപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞു താരതമ്യം നടത്താൻ തരികയാണ്. ഒരു ഇര ന്യായമായത് വിളിച്ചു പറയുന്നു എന്ന് കാണുമ്പോൾ വേറൊരു ഇരയ്ക്ക് സന്തോഷമാണ് തോന്നേണ്ടത്. എനിക്ക് മെസ്സേജ് ചെയ്ത പല ഇരകളും ഉണ്ട്. വർഷങ്ങളായി ഫൈറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതിൽ ജയിക്കണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ ഞങ്ങൾക്ക് പ്രചോദനമാണ് എന്നൊക്കെ പറയുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. അല്ലാതെ ജീവൻ കളഞ്ഞിട്ട് എനിക്കൊന്നും നേടാനില്ല എന്നും എലിസബത്ത് പറയുന്നു. കേസ് വന്നാലും ജയിലിൽ കിടക്കേണ്ടി വന്നാലും തനിക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ തുറന്നു പറയുക തന്നെ ചെയ്യുമെന്ന് എലിസബത്ത് ഉദയൻ വ്യക്തമാക്കി.
ഞാൻ ഇത്ര കാലമായിട്ട് എന്നെ റേപ്പ് ചെയ്തു, എന്നെ ഇത്തരത്തിലൊക്കെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആരും കേസ് കൊടുത്തിട്ടില്ല. ഞാൻ കേസ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ആരും കേസ് എടുത്തില്ല. ഇവർ കേസ് കൊടുത്തു എന്ന് അതുകൊണ്ട് ഇപ്പോൾ കേസ് എടുത്തു. റേപ്പ് വിക്ടിംസ് ഒക്കെ പുറത്തു വരാത്തതിൻ്റെ കാരണം ഇതാണ്. അവരെ ഭീഷണിപ്പെടുത്തുകയും നാണം കെടുത്തുകയും ചെയ്യും. ആരും ഒരു നടപടിയും എടുക്കില്ല. അവർ മരിക്കുമ്പോഴായിരിക്കും അതൊക്കെ പുറത്തു വരുന്നത്. ചിലപ്പോൾ അപ്പോഴും അറിയുന്നുണ്ടാവില്ല. എന്നെ ചെയ്തത് റേപ്പായി എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. റേപ്പിൻ്റെ അർത്ഥം വേറെ വല്ലതുമാണോ? മറ്റൊരാളുടെ മുന്നിൽ വച്ചുവരെ എന്നോട് മോശമായി പെരുമാറി വേറെ ഒരാളെ എൻ്റെ ബെഡ്റൂമിലേക്ക് കയറ്റി വിട്ടു. ഏപ്രിൽ 4-ലാണ് ഇയാളുടെ ലിവർ ട്രാൻസ്പ്ലാന്റ് നടക്കുന്നത്. മാർച്ച് 29-ന് ഞങ്ങളുടെ വിവാഹത്തിന്റെ 2ാം വാർഷികമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ അവിടെ കേക്ക് കട്ട് ചെയ്തു. ഞാൻ കൂടെ ഇല്ലെങ്കിൽ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് പുള്ളി പോസ്റ്റ് ഇട്ടിരുന്നു. 1ഉം 2ഉം വിവാഹ വാർഷികങ്ങൾ ആഘോഷിച്ച വീഡിയോകളുണ്ട്. ഇതൊക്കെ ചെയ്ത അയാൾ എന്നെയും പറ്റിക്കുകയായിരുന്നു. എനിക്ക് കുറേ ആൾക്കാരുടെ പേര് പറയാനുണ്ട്. അത് ഞാൻ കേസ് ആകുമ്പോൾ പറയാമെന്ന് വിചാരിക്കുന്നു. എന്നെ അതിനു മുൻപ് ഒന്നില്ലെങ്കിൽ ഞാൻ എല്ലാം വിളിച്ചു പറയും. ഞാൻ അല്ലാതെ തനിയെ ചാവാനൊന്നും പോകുന്നില്ല. ഇതുപോലെ ദുരന്തം അനുഭവിക്കുന്ന റേപ്പ് വിക്ടിംസിന് ഒരു പ്രചോദനമായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ചാനലും വീഡിയോയും ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുമെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു.